എന്താ മേലെ കയറി കിടക്കുന്നേ? എഴുന്നേറ്റാട്ടെ, ഇതൊക്കെ മടക്കി വെക്കട്ടെ. കിടന്ന് സുഖിക്കുകയാണ്. ഇനി ഒരു പരിപാടിയും കിട്ടുന്ന മട്ടില്ല. വാനിഷിംഗ് ബ്യൂട്ടി പൊളിഞ്ഞ കാര്യം ടൗണിൽ മുഴുവൻ പാട്ടായിട്ടുണ്ടാവും. നമുക്ക് ഈ ടൗൺ വിട്ട് വേറെ എവിടെയെങ്കിലും പോയാലോ? താൻ ആദ്യം ഇവിടുന്ന് പോ. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ പിന്നെ സൗകര്യം പോലെ ആലോചിച്ച് തീരുമാനിച്ചോ. അങ്ങനെ പെട്ടെന്ന് ഇപ്പൊ എവിടെ പോവാൻ? ഗുണ്ടകളെ കൊണ്ട് എന്നെ തല്ലി ചതപ്പിച്ചിട്ട് ഇപ്പൊ ഒരു കൂലിപ്പണി പോലും ചെയ്യാൻ പറ്റാത്ത പരുവത്തിലായില്ലോ ഞാൻ. പോയി വല്ലവന്റെ പോക്കറ്റ് അടിക്കടോ. അതിനും വേണം കുറച്ച് ആരോഗ്യം. ഓടാനും ചിലപ്പോ തല്ലുകൊള്ളാനും. പറയുന്നത് കേട്ടാ തോന്നുന്നു ഇയാളങ്ങാട് തുക്കടി സാഹിബിന്റെ ജോലിയാ ചെയ്യുന്നത്. ഈ മാജിക് എന്ന് പറയുന്നത് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു പരിപാടി തന്നെയല്ലോ. മാജിക് എന്ന് പറയുന്നതേ ആൾക്കാരെ പറ്റിക്കലല്ല, അതൊരു കലയാണ്. ആളുകളെ ചിരിപ്പിക്കുക, രസിപ്പിക്കുക, വിസ്മയിപ്പിക്കുക, അതാണ് മാജിക്. എന്തെങ്കിലും ആവട്ടെ. അയ്യോ, ആ പെൺകുട്ടി വല്ലതും കഴിച്ചോ? ആര്? ഇന്നലെ നമ്മുടെ മാജിക് കളിക്കിയ കുട്ടിയെ, ഒരു പാവം കുട്ടി. ഓ, അവളോ? ചെല്ല്, കഴിച്ചില്ലേലും വല്ലതും കൊണ്ടു കൊടുക്ക്. ഇവിടെ വലിയ ഇരിപ്പുണ്ട? ധാരാളം ഉണ്ട്. എന്ത്? പുഴുങ്ങിയ കുറെ തേങ്ങ ഉണ്ട്, എടുത്ത് തരട്ടെ. ഏയ്, അതിന് വലിയ രുചി ഉണ്ടാവില്ല. അതിലും നല്ലതേ ഈ ഇരിക്കുന്ന ചപ്പച്ചവർ സാധനങ്ങളൊക്കെ കൂടി എടുത്ത് പുഴുങ്ങി കൊണ്ട് കൊടുക്കാം. ആ ചേച്ചി ഇവിടെ വന്നോ? ഏത് ചേച്ചി? ഇന്നലെ നമ്മുടെ കൂടെ വന്ന ചേച്ചി. ഇവിടെ വന്നില്ല. ഇല്ലേ? നേരം എടുത്തപ്പോ ആളെ കാണാനില്ല. അയ്യോ, ഇനി അപ്പുറത്തോ അപ്പുറത്തുള്ള വീടുകളോ മറ്റുണ്ടാവോ? എവിടെയില്ല. നന്നായി. കഷ്ടമായി പോയല്ലോ. ഇനിയിപ്പോ എവിടെ പോയി തപ്പും? എന്തിനാ തപ്പുന്നേ? അവള് തനിക്ക് വല്ലതും തരാനുണ്ട്? എന്തായാലും കൂടെ മനസാക്ഷിയില്ലാതെ സംസാരിക്കുന്നത്. ആ കുട്ടീനെ അവൻ പിടിച്ച് കല്യാണം കഴിച്ചാലോ? അതിന് തനിക്കെന്താ ചോദിച്ചോ? അങ്ങനെയായോ? വാ കുട്ടി, നമുക്ക് പോയി ചേച്ചി അന്വേഷിക്കാം.